രാഷ്ട്രീയ പ്രമുഖർ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു, സാംസ്കാരിക പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നു, എഴുത്തുകാർ എത്തിക്കൊണ്ടിരിക്കുന്നു, പുതുയുഗ എഴുത്തുകാർ. ഇപ്പോൾ ഈ വന്നു പോയവരിൽ ചിലപ്പോൾ ഇനിയും നാളെ വലിയൊരു എഴുത്തുകാരനായേക്കാവുന്ന പലരും ഉണ്ടാകും. അവർക്കെല്ലാം പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഒരു ശവമഞ്ചത്തിൽ കിടക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും മരുമകനുമൊപ്പം മേയറുണ്ട്, മേയർ ബീന ഫിലിപ്പുണ്ട്, അതേപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉണ്ട്, അതിലും റിയാസ് കേമാറുണ്ട് നമ്മളോടൊപ്പം. റിയാസ്, ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി പേരാണ് നമ്മളോട് പ്രതികരണങ്ങൾ പങ്കുവച്ചത്. അതായത് ഇതുവരെയുള്ള ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോടൊപ്പം ചേർന്നിരുന്നു എഴുത്തുകാരൻ ബെന്യാമിൻ ചേർന്നിരുന്നു, അതേപോലെ തന്നെ എഴുത്തുകാരി KR മീര ചേർന്നിരുന്നു. എല്ലാവർക്കും പറയാനുള്ളത്, കാരണം തങ്ങളുടെ സാഹിത്യ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് MT എന്നുള്ളത് തന്നെ. അതൊരു അഭൂതപൂർവമായ അല്ലെങ്കിൽ സ്വാഭാവികമായി വന്നു പോകുന്നതാണ്. ഉറപ്പായും ആ ഒരു സ്വാധീനം തങ്ങളുടെ എഴുത്തിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് MTയുടെ മികവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് എഴുത്തുകാർക്കും പ്രചോദനം തന്നെയാണ് MT. റിയാസ് കേമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ റിയാസ് നമ്മളോടൊപ്പം ചെയ്യും. റിയാസ് ഉണ്ട് എന്ന് തന്നെ കരുതുന്നു. റിയാസ്, എന്തായാലും വരാനിരിക്കുന്ന ഒരു നവയുഗ എഴുത്തുകാർക്കും കൂടി പ്രചോദനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വർക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം സാഹിത്യരംഗത്ത് കാഴ്ചവെച്ച പ്രകടനങ്ങൾ എന്നെന്നും നിത്യഹരിതമായി തുടരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്, അല്ലേ? സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞത് സാഹിത്യ ലോകത്തിന് മാത്രമല്ല സമസ്ത മേഖലയ്ക്കും നഷ്ടമാണ് MTയുടെ വിയോഗം. അദ്ദേഹം സിനിമാ രംഗത്തിന് നൽകിയ സംഭാവനകൾ വലിയ നിസ്തുലമായ സംഭാവനകളാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ് എന്നുള്ള ആളുകളെല്ലാം തന്നെ അനുസ്മരിക്കുന്നത്. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകൾ വരുന്നു, സാധാരണക്കാർ വരുന്നു. ഇവിടെ MTയെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം പലർക്കും വാക്കുകൾ കിട്ടുന്നില്ല, അതിനിടയിലും പലരും പ്രതികരിക്കുന്നു. ഒരു സാഹിത്യരംഗത്ത് മാത്രമല്ല, സൂചിപ്പിച്ച പോലെ തന്നെ ചലച്ചിത്ര രംഗത്തും അദ്ദേഹത്തിൻ്റെ മികവ് മികച്ച രീതിയിൽ പ്രകടമാണ്, ഇന്നും പ്രകടമാണ്. ഇന്നും ആളുകൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ പുറത്തു വരുന്ന അല്ലെങ്കിൽ ഇന്നിപ്പോൾ മുളയ്ക്കുന്ന പുതിയ തിരക്കഥാകൃത്തുക്കൾ പോലും തിരക്കഥ എന്ന് പഠിക്കുന്നത് MTയുടെ തിരക്കഥകൾ വായിച്ചാണ്. അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതാൻ ആഗ്രഹമുള്ള ഓരോ മനുഷ്യനും പാഠപുസ്തകമാണ് MTയുടെ തിരക്കഥ എന്ന് പറയുന്നത്. എങ്ങനെ ഒരു തിരക്കഥ എഴുതാം എന്ന് ഒരാളോട് ചോദിച്ചാൽ അയാൾ അല്ലെങ്കിൽ ആ ചോദിക്കുന്ന ആളോട് അപ്പുറത്ത് നിൽക്കുന്ന അയാൾ പറയും, പോയി MTയെ വായിക്കൂ, MTയുടെ കഥകൾ വായിക്കൂ, MTയുടെ തിരക്കഥകൾ വായിക്കൂ, MT ആരെന്നറിയൂ.